നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജു വേലുപ്പാടം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ എറിയാട് കാർ സ്വകാര്യ ബസ്സിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർക്കും ബസ് യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. മധ്യലഹരിയിൽ ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ ഗണേശ വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തിയ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേരെ മോഷണക്കേസിൽ പോലീസ് പിടികൂടി. പ്രതികളെ റിമാൻഡ് ചെയ്തു. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി അറിയാം. കൊടുങ്ങല്ലൂർ എറിയാട് കാർ സ്വകാര്യ ബസ്സിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർക്കും ബസ് യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. എറിയാട് കേരളവർമ്മ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്നും വഴിക്കോട്ടേക്ക് യാത്രക്കാരുമായി പോയിരുന്ന റിസ്വാൻ എന്ന ബസ്സിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. പുതുക്കാട് KSRTC സ്റ്റാൻഡിന്റെ എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. ദേശീയപാതയിൽ ആളുകൾ ബസ് കയറാൻ നിൽക്കുന്നതിന് മുന്നിലുള്ള കാനകൾക്ക് മുകളിലെ സ്ലാബുകളാണ് തകർന്നിട്ടുള്ളത്. അപകടങ്ങൾ പതിവായതോടെ KSRTC സ്റ്റാൻഡിന് മുന്നിലെ ഡിവൈഡർ അടച്ചിരുന്നു. ഇതിനുശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാതെ എതിർവശത്തുള്ള സർവീസ് റോഡിൽ നിർത്തിയാണ് ആളുകളെ കയറ്റിയിറക്കുന്നത്. എതിർവശത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിലേക്കും ട്രഷറിയിലേക്കും പഞ്ചായത്തിലേക്കും വരുന്നവർ സ്ലാബ് തകർന്നതറിയാതെ ദേശീയപാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ കാൽ കുഴിയിൽപ്പെട്ട് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ്. ഗുരുതര പരിക്കുകൾ പറ്റാത്തത് ഭാഗ്യം കൊണ്ടാണെന്ന് പൊതുപ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ സിൻഡോ പറയുന്നു. രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർദ്ധിക്കുന്നു. പല ബസ്സുകളും ഇപ്പോഴും നിർത്തുന്നത് ദേശീയപാതയിൽ തന്നെ പല സ്ഥലങ്ങളിലായാണ്. സർവീസ് റോഡിൽ കയറ്റി നിർത്തണമെന്ന നിർദ്ദേശം ലംഘിച്ചാണ് ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തുന്നത്. യാത്രക്കാർ ബസ് നിർത്തി ഇറങ്ങുന്നതും ബസ് കയറാനായി ഓടുന്നതും തകർന്ന സ്ലാബുകൾക്ക് മുകളിലൂടെയാണ്. കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന തകർന്ന സ്ലാബുകൾ മാറ്റി കാൽനടക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മധ്യലഹരിയിൽ ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ ഗണേശ വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തിയ പ്രതി അറസ്റ്റിൽ. പൂക്കോട്ടുമല്ല അമ്പലം ഭാഗത്ത് ഗണേശോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയിൽ മധ്യലഹരിയിൽ കയറി ചെന്നു ഗണേശ വിഗ്രഹത്തിൽ കേടുപാടുകൾ വരുത്തിയ കയ്പമംഗലം എടത്തുരുത്തി ഞാറ്റുവെട്ടി വീട്ടിൽ മനോജിനെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു ആർ, സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ASI സുധീഷ് ബാബു, സിവിൽ പോലീസ് ഓഫീസർ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. കണ്ണമ്പത്തൂർ പാനാട്ടുപറമ്പിൽ ജോഫി ജോയുടെ വീട്ടുപറമ്പിലാണ് മലമ്പാമ്പിനെ കണ്ടത്. സ്ഥലത്തെത്തിയ പഞ്ചായത്ത് അംഗം ഷാജു കാലേങ്ങര അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫോറസ്റ്റ് റെസ്ക്യൂ ടീം അംഗമായ ദിനേശൻ വെണ്ടൂർ മലമ്പാമ്പിനെ പിടികൂടി ഫോറസ്റ്റിന് കൈമാറി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേരെ മോഷണക്കേസിൽ പോലീസ് പിടികൂടി. പ്രതികളെ റിമാൻഡ് ചെയ്തു. തിരുമുടിക്കുന്നിലെ വീട്ടുവളപ്പിലെ ഷെഡിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോ ജാതിക്കായ മോഷ്ടിച്ചു കൊണ്ടുപോയ പ്രതികളെ കൊരട്ടി പോലീസ് പിടികൂടി. അങ്കമാലി കറുകുറ്റി സ്വദേശി അമ്പാടം വീട്ടിൽ ജോജോ, കാഞ്ഞിരാമൻ വീട്ടിൽ സുജിത്ത്, ആലിങ്ങപ്പറമ്പിൽ വീട്ടിൽ അഖിൽ, പാലമറ്റം വീട്ടിൽ ആഷിഖ്, പേരാടി വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, ഷാജു പൂക്കോടൻ, KA ഹനീഫ, ജിനേഷ് വെട്ടിയാട്ടിൽ, ജെയ്സൺ പീഡിയേക്കൽ, AM ബിജു, പ്രതീഷ് പണ്ടാരത്തിൽ, തോമസ് കാവുങ്ങൽ, വിജയൻ ചെട്ടിയാട്ടിൽ, ഭഗത് സിംഗ്, ജിജു കീറ്റിക്കൽ,
തങ്കമണി മോഹൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരത് ജോഡോ യാത്രയടക്കമുള്ള യാത്രകളിൽ ജനപങ്കാളിത്തം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിനെതിരെ ജനവികാരമായി ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കൂടി. ഗ്രാമിന് 9725 രൂപ, പവന് 77,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 33 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂർ എറിയാട് കാർ സ്വകാര്യ ബസ്സിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർക്കും ബസ് യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. മദ്യലഹരിയിൽ ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ ഗണേശ വിഗ്രഹത്തിന് കേടുപാടുകൾ വരുത്തിയ പ്രതി അറസ്റ്റിൽ. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 5 പേരെ മോഷണക്കേസിൽ പോലീസ് പിടികൂടി. പ്രതികളെ റിമാൻഡ് ചെയ്തു. വോട്ട് കൊള്ളയ്ക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.